സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? എ. വിഗതകുമാരൻ, ബി. മാർത്താണ്ഡവർമ്മ, സി. ചെമ്മീൻ, ഡി. അവകാശികൾ. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഉത്തരം ബി. മാർത്താണ്ഡവർമ്മ. 1933 പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ അവസാനത്തെ നിശബ്ദ ചിത്രമാണ്. 1933 പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ അവസാനത്തെ നിശബ്ദ ചിത്രമാണ്. വിഗതകുമാരന് ശേഷമുള്ള മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണിത്. വിഗതകുമാരന് ശേഷമുള്ള മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണിത്. സി. വി. രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആധാരമാക്കിയുള്ള സിനിമ സംവിധാനം ചെയ്തത് പി. വി. റാവു ആണ്. സി. വി. രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആധാരമാക്കിയുള്ള സിനിമ സംവിധാനം ചെയ്തത് പി. വി. റാവു. സാഹിത്യകൃതിയെ ആധാരമാക്കിയുള്ള ആദ്യ സിനിമയാണിത്. സാഹിത്യകൃതിയെ ആധാരമാക്കിയുള്ള ആദ്യ സിനിമയാണിത്. സി. വി. രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആധാരമാക്കിയുള്ള സിനിമ സംവിധാനം ചെയ്തത് പി. വി. റാവു ആണ്. സാഹിത്യകൃതിയെ ആധാരമാക്കിയുള്ള ആദ്യ സിനിമയാണിത്. എന്നാൽ നോവലിൻ്റെ പകർപ്പവകാശം സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം സിനിമയുടെ പ്രിന്റ് പിടിച്ചെടുത്തിരുന്നു. എന്നാൽ നോവലിൻ്റെ പകർപ്പവകാശം സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം സിനിമയുടെ പ്രിന്റ് പിടിച്ചെടുത്തിരുന്നു. ജമ്മു കാശ്മീരിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? എ. ഝലം, ബി. ബിയാസ്, സി. സത്ലജ്, ഡി. ചിനാബ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഡി. ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഹിമാചൽ പ്രദേശിലെ കീലോങ് പട്ടണത്തിനടുത്തുള്ള താന്തിയിൽ ചന്ദ്ര എന്നും ഫാഗ എന്നും പേരുള്ള രണ്ടു അരുവികൾ സംഗമിച്ച് ചിനാബ് എന്ന നദി രൂപപ്പെടുന്നു. ഹിമാചൽ പ്രദേശിലെ കീലോങ് പട്ടണത്തിനടുത്തുള്ള താന്തിയിൽ ചന്ദ്ര എന്നും ഫാഗ എന്നും പേരുള്ള രണ്ട് അരുവികൾ സംഗമിച്ച് ചിനാബ് എന്ന നദി രൂപപ്പെടുന്നു. അതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്നും വിളിപ്പേരുണ്ട്. അതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്ന വിളിപ്പേരും ഉണ്ട്. ഋഗ്വേദ കാലഘട്ടത്തിൽ അസ്കിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ അസ്കിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സലാൽ അണക്കെട്ട്, ബഗ്ലിഹാർ അണക്കെട്ട്, ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എന്നിവ ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സലാൽ അണക്കെട്ട്, ബഗ്ലിഹാർ അണക്കെട്ട്, ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എന്നിവ ഈ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാചൽ പ്രദേശിലെ കീലോങ് പട്ടണത്തിനടുത്തുള്ള താന്തിയിൽ ചന്ദ്ര എന്നും ഫാഗ എന്നും പേരുള്ള രണ്ടരുവികൾ സംഗമിച്ച് ചിനാബ് എന്ന നദി രൂപപ്പെടുന്നു. അതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്നും വിളിപ്പേരുണ്ട്. ഋഗ്വേദ കാലഘട്ടത്തിൽ അസ്കിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സലാൽ അണക്കെട്ട്, ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എന്നിവ ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.